എൻ്റെ പേര് ജോസഫ്. എൻ്റെ പപ്പയുടെ 11ാമത്തേവനാണ് ഞാൻ. എൻ്റെ പപ്പയ്ക്ക് എന്നോട് സ്പെഷ്യൽ ഇഷ്ടമാണെന്നാണ് എൻ്റെ ചേട്ടന്മാരുടെ ഇടയിലെ സംസാരം. പൊതുവെ എല്ലാ ചേട്ടന്മാർക്കും ഇത് നോർമലാണല്ലോ. അതിൻ്റെ ഇടയിൽ പപ്പ എനിക്കൊരു ബ്ലൂ ഡ്രസ്സ് തന്നു. സത്യം പറഞ്ഞാൽ ഇത് ചേട്ടന്മാർ സീനാക്കി. പിന്നെ പോരാത്തതിന് ഞാൻ 2 സ്വപ്നം കണ്ടു. നിഷ്കുവായ ഞാൻ അത് പോയി പപ്പയോട് പറയും, ബാക്കിയുള്ളവരും അത് കേൾക്കും. 2ലും ചേട്ടന്മാരെക്കാൾ ഞാൻ സ്പെഷ്യലാണെന്നായിരുന്നു കണ്ടന്റ്. സീൻ വഷളായി എന്ന് മാത്രമല്ല, അവർക്ക് എന്നോട് കട്ട കലിപ്പായി. ഒരിക്കൽ ദൂരെ ആടുകളുമായി പോയ ചേട്ടന്മാർക്ക് ഭക്ഷണവുമായി ഞാൻ പോയി. അവരെന്നെ ടാർഗറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെന്നെ പിടിച്ച് നല്ല ഇടി ഇടിച്ച് ചാക്കിലാക്കി. സ്റ്റോറി അവസാനിച്ചു എന്ന് വെച്ചപ്പോഴാണ് കണ്ണു തുറന്നപ്പോൾ ഈജിപ്ത്. പിന്നെയാണ് അറിഞ്ഞേ ചേട്ടന്മാർ എന്നെ 20 വെള്ളിക്ക് മറിച്ചു വിറ്റുവെന്ന്. പൊത്തിഫറിന്റെ വീട്ടിലെ അടിമയാകാനായിരുന്നു ദൈവനിയോഗം. എല്ലാം ഞാൻ സൂപ്പറാക്കി ചെയ്തു കൊടുത്തു. പൊത്തിഫറേട്ടൻ എന്നെ വലിയ കാര്യമായിരുന്നു. എന്നാൽ ആളുടെ വൈഫ് അത്ര വെടിപ്പല്ലായിരുന്നു. ആള് നൈസായിട്ട് എന്നെ വളയ്ക്കാൻ നോക്കി. ഞാൻ സമ്മതിച്ചില്ല. ചേച്ചി അന്നത്തെ IPC 354 എടുത്ത് വീശി എന്നെ പീഡകനാക്കി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ജയിലിലെത്തി. സത്യം പറഞ്ഞ സങ്കടമായി, നല്ല സങ്കടമായി. പക്ഷെ എല്ലാം ദൈവം കാണുന്നുണ്ടായിരുന്നു. ഒരു ഡ്രീം സ്പെഷ്യലിസ്റ്റായ ഞാൻ രാജാവിൻ്റെ പല ഗടികളുടെയും സ്വപ്നങ്ങളുടെ അർത്ഥം പറയുകയും അത് ദൈവകൃപയാൽ നടക്കുകയും ചെയ്തു. അവസാനം രാജാവിനും ഒരു സ്വപ്നമുണ്ടായി. ഈജിപ്തിൽ വരാനിരിക്കുന്ന ഒരു ക്ഷാമമായിരുന്നു അത്. ഞാൻ അതിനെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞതും രാജാവ് എന്നെ പിടിച്ച് ഗവർണറാക്കി. ക്ഷാമത്തെ നേരിടാനുള്ള മുൻകരുതലുകളൊക്കെ ഞാൻ വെടിപ്പായി പൂർത്തീകരിച്ചു. അങ്ങനെ ആ ക്ഷാമകാലത്ത് എന്നെ 20 വെള്ളിക്ക് വിറ്റ എന്റെ സഹോദരന്മാർ എന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഉൽപ്പത്തി 45-ാം അധ്യായം 5-ാം വാക്യം, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. ഗായ്സ്, കുഴിയിലായാലും ജയിലിലായാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ആര് നമ്മളെ വിറ്റ് കളഞ്ഞാലും ദൈവം കൂടെ ഉണ്ടെന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തോളാം. ആ കണക്ഷൻ പോയാൽ എല്ലാം പൊളിയും.